പ്രൈസ് ദി ഹല്ലേലൂയ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ദൈവനാമത്തിൽ എല്ലാവരെയും യേശുവ അഡോണായ് മിനിസ്ട്രിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു സ്റ്റോറി പറയാനായിട്ടാണ് വന്നിരിക്കുന്നത്. സോ ഡോണ്ട് സ്കിപ്പ് ദിസ്. നിങ്ങൾക്ക് അറിയാത്ത ഒരു കാര്യം, അതായത് ഒരു സ്റ്റോറി, നിങ്ങൾക്ക് പാട്ട് മാത്രം അറിയാമെന്നുള്ളൊരു കാര്യം, ജസ്റ്റ് ഞാനത് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റോറി ആയിട്ട് പറയാം. സോ പ്ലീസ് വാച്ച് ടിൽ ദ എൻഡ്. ഓക്കെ, ദൈവം നിങ്ങളെ അവരെ അനുഗ്രഹിക്കട്ടെ. നമുക്കറിയാമോ ഈ ലോകം ഉണ്ടായത് എങ്ങനെയാണെന്ന്? ഈ ലോകം ഉണ്ടായത് ആരാ? ക്രിയേറ്റ് ചെയ്തത് ആരാ? ജീസസ് ക്രൈസ്റ്റ്. അതായത് നമ്മുടെ ജീസസ് ക്രൈസ്റ്റിൻ്റെ പിതാവ്, സ്വർഗസ്നായ പിതാവാണ് ഈ ലോകത്തെ ക്രിയേറ്റ് ചെയ്തത്. ഇതിനെ ക്രിയേറ്റ് ചെയ്തപ്പോൾ ദൈവം ഈ ഭൂമിയും ആകാശവും ഭൂമിയും ദൈവം ആദ്യം സൃഷ്ടിച്ചതിന് ശേഷം ദൈവം എന്താ ചെയ്തത്? ഒത്തിരി വൃക്ഷങ്ങളെ, ഈ കടൽ മാർഗം സഞ്ചരിക്കുന്ന പല മത്സ്യങ്ങളെ എല്ലാം ദൈവം, ആകാശത്തിൽ സഞ്ചരിക്കുന്ന പക്ഷികളെ, സകലതിനെയും ദൈവം എന്ത് ചെയ്തു? സൃഷ്ടിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവത്തിന് തോന്നി, ഞാനൊരു മനുഷ്യനെ സൃഷ്ടിച്ചാൽ എങ്ങനെ ഇരിക്കും? ഓക്കെ, ദൈവം അത് അങ്ങ് ഇംപ്ലിമെൻ്റ് ചെയ്തു. ദൈവം എന്ത് ചെയ്തു? മനുഷ്യനെ അങ്ങ് സൃഷ്ടിച്ചു. അങ്ങനെ ദൈവം സൃഷ്ടിച്ച ആദ്യത്തെ ഒരു മനുഷ്യൻ്റെ പേരാണ് എന്താണ്? ആദാം. സോ ദൈവ സൃഷ്ടിയുടെ ആദ്യത്തെ ഒരു കൈവപ്പ് ആരായിരുന്നു? ആദാം. ഓക്കെ, ദൈവം ഈ ആദാമിനെ നോക്കി. ഓക്കെ, ആദാം, നീ നല്ല ഭംഗിയായിട്ടിരിക്കുന്നുണ്ട്. എൻ്റെ സൃഷ്ടിയല്ലേ, എൻ്റെ ഇമാജിൻ ഞാൻ ഇങ്ങനെ സൃഷ്ടിച്ചതല്ലേ, എൻ്റെ സ്വന്തം സ്വരൂപത്തിൽ ഞാൻ നിന്നെ സൃഷ്ടിച്ചിരിക്കുക. നിന്നെ ആരും മോശമെന്ന് പറയില്ല, നീ ബ്യൂട്ടിഫുൾ ആയിരിക്കും. പക്ഷേ നീ എന്ത് ചെയ്യാനാ? നീ ഒറ്റയ്ക്ക് അങ്ങ് നടക്കുക. ആദാം വെറുതെ അങ്ങ് ഒറ്റയ്ക്ക് നടക്കുക. അപ്പം ദൈവം വിചാരിച്ചു, ഇവനൊരു കമ്പാനിയനായിട്ട് ആരെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമല്ലോ, ഒരു തക്ക തുണ എനിക്ക് ഉണ്ടാക്കി കൊടുക്കണം. ഓക്കെ, എന്തുകൊണ്ടാണ് ദൈവം ഉണ്ടാക്കി കൊടുക്കണമെന്ന് ചിന്തിച്ചാൽ, അതിനു മുമ്പ് ദൈവം പലയിടത്തും ഭൂമിയിലെ സകലയിടത്തും അന്വേഷിച്ചു, ഇവനൊരു തക്ക തുണ കിട്ടുമോ? പക്ഷെ ദൈവത്തിന് കിട്ടിയില്ല. അപ്പം ദൈവം വിചാരിച്ചു, ഞാൻ ഇവന് ഒരു തക്ക തുണ ഉണ്ടാക്കി കൊടുക്കാം. അങ്ങനെ ആദാമിന് ഒരു ഉറക്കത്തിലോട്ട് ദൈവം നയിച്ചു. ദൈവം ആദാമിനെ ഉറക്കി. ഓക്കെ, നമ്മളെ കുഞ്ഞിലേക്ക് എങ്ങനെ ഉറക്കും? മാതാപിതാക്കൾ പാട്ടുപാടിയൊക്കെ ഉറക്കുമായിരിക്കും. ഓക്കെ, എങ്ങനെയാണ് ആദാമിനെ ഉറക്കിയെന്ന് അറിയത്തില്ല. പക്ഷെ ആദാമിനെ ഉറക്കിയിട്ട് ആദാമിൻ്റെ ഒരു വാരിയെല്ലാം ദൈവം ഇങ്ങനെ പ്ലക്ക് ചെയ്തെടുത്തിട്ട് എന്ത് ചെയ്തു? ആദാമിനെ ദൈവം ഭൂമിയുടെ പൊടിയിൽ നിന്നാണ് സൃഷ്ടിച്ചത്. അതുപോലെ തന്നെ ദൈവം ആദാമിൻ്റെ വാരിയെല്ലാം എടുത്തിട്ട് പൊടിയിൽ നിന്ന് ഒരു രൂപത്തെ അങ്ങ് സൃഷ്ടിച്ചു. ഓക്കെ, അതാരാണ്? ഈവ്. ഓക്കെ, ആദാമിന് ദൈവം സമ്മാനിച്ചു? ഈവിനെ സമ്മാനിച്ചു. ഓക്കെ, ഈവിനെ ദൈവം പൊടിയിൽ നിന്ന് എടുത്തിട്ട് ദൈവത്തിൻ്റെ ജീവശ്വാസം ഊതുകയാണ് ചെയ്തത് ആദാമിലേക്ക്. അതുപോലെ തന്നെ ആയിരിക്കും ഈവിനെ ദൈവം സൃഷ്ടിച്ചിരിക്കുക. സോ ആദാമും ഈവും ഇപ്പോൾ എങ്ങനെയായി? ഒറ്റ വ്യക്തിത്വങ്ങളായിട്ട് മാറി. ദൈവം രണ്ടുപേരെ ഒരുമിച്ച് ജീവിക്കാനായിട്ട് ദൈവം അവരെ അപ്പോയിൻമെൻറ്റ് ചെയ്യുകയാണ്. സോ ദൈവം എന്നിട്ട് എന്ത് ചെയ്തു? ദൈവം എന്തിനാണ് ഇവരെ സൃഷ്ടിച്ചത് എന്ന് നമുക്കറിയണ്ടയോ? കിഴക്ക് ഏതേനിൽ ഒരു നല്ലൊരു ഗാർഡൻ അങ്ങ് സൃഷ്ടിച്ചിട്ട് ആദാമിൻ്റെ അടുത്ത് പറയാം, ആദാമേ, ഹൗവേ, നീ ഈ കിഴക്ക് ഏതേനിൽ ചെന്ന് നിൽക്ക്, നിങ്ങൾ ഈ ഏതേനിലായിരിക്കുക, ഇതിലുള്ള വർക്ക്സൊക്കെ ചെയ്ത് ഇതിനെ പരിപാലിക്കുക. കിഴക്ക് ഏതേനുള്ള ഗാർഡൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഒത്തിരി വൃക്ഷങ്ങളും ഒത്തിരി സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടെങ്കിലും ഒരു 2 സ്പെഷ്യൽ ട്രീസ് ദൈവം സൃഷ്ടിച്ചായിരുന്നു. ഒന്നെന്താണ്? നന്മ തിന്മകളെക്കുറിച്ച് അറിവുള്ള ഒരു വൃക്ഷം സൃഷ്ടിച്ചു, അതിനൊരു ഫ്രൂട്ടുണ്ട്. അതുപോലെ തന്നെ ജീവൻ, അതായത് നമ്മൾ മരിക്കാതെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ജീവൻ്റെ വൃക്ഷം കൂടെ ദൈവം എന്ത് ചെയ്തു? അവിടെ സൃഷ്ടിച്ചു. എന്നിട്ട് ദൈവം ആദാമിനോട് പറയുക, കാഷ്വൽ ടോക്ക്, ദൈവം ഒരു കമാൻഡ് പോലെ, നീ ഇന്നതേ ചെയ്യാവൂ എന്ന് ആദാമിനോട് പറയുക. നിനക്ക് ഈ ഗാർഡനുള്ള സകലതും നിനക്ക് തിന്നാം, പക്ഷേ ഈ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം മാത്രം നീ എന്ത് ചെയ്യരുത്? തിന്നരുത്. അപ്പോൾ എന്ത് ചെയ്തു? തലയാട്ടി. നമ്മളും പലപ്പോഴും പലയിടത്തും പറയുമ്പോൾ ചെയ്യാം പപ്പ, ചെയ്യാം ജീസസ്, ചെയ്യാം ദൈവമേ എന്ന് പറഞ്ഞ് തലയാട്ടി കാണും. ഓക്കെ, അങ്ങനെ തലയാട്ടിയൊക്കെ സമ്മതിച്ചു. അങ്ങനെയൊക്കെ കുറച്ച് കാലങ്ങളൊക്കെ മുന്നോട്ട് പോയി. അപ്പോഴെന്താ? ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിയായിരുന്നു ഒരു സെർപ്പൻറ്റ്. ഒരു പാമ്പിനെ ദൈവം ഒരു വൈൽഡ് അനിമലായിട്ടാണ് ദൈവം സൃഷ്ടിച്ചത്. ഈ വൈൽഡ് അനിമൽസിന് എല്ലാത്തിനും എന്തുകൊണ്ട്? ഒരു കാപട്യമുണ്ട്. പക്ഷേ
എന്തുവാ ആ കാപട്യത്തിനേക്കാളും ഏറ്റവും വലിയൊരു കാപട്യം ആരിലായിരുന്നു ഉണ്ടായിരുന്നത്? ഈ സെർപ്പൻറ്റിലാണ് ഉണ്ടായിരുന്നത്. എല്ലാവരും ആക്റ്റീവായിട്ടിരിക്കുക. വലിയൊരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കുക. അപ്പോൾ ഈ സെർപ്പൻ്റ് എന്ത് ചെയ്തു? ഈ സെർപ്പൻ്റ് ഈ ആദാമിൻ്റെ കൂടെ നിൽക്കാൻ കൊടുത്തില്ലേ? ഹവ്വ, ഈവിൻ്റെ അടുത്ത് വന്നിട്ട് പറയുക, ദൈവം വാസ്തവമായിട്ട് നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടോ വൃക്ഷത്തിൻ്റെ ഫലങ്ങളൊന്നും കഴിക്കരുതെന്ന്? അപ്പോൾ എന്താ പറഞ്ഞേ? എന്താ ഈവ് തിരിച്ചു പറഞ്ഞേ? ദൈവം എന്താ അത് തൊടുകയെ പോലും ചെയ്യരുതെന്ന് കൽപ്പിച്ചിട്ടുണ്ടോ എന്നൊരു എക്സ്ട്രാ കൂട്ടിക്കൂടെ പറഞ്ഞു. സോ അപ്പോൾ എന്താ ഈ സെർപ്പൻ്റെ എന്തോ ഈവിനോട് പറയുക, നിങ്ങൾ മരിക്കുകയില്ല, നിങ്ങൾ എന്താ ദൈവത്തെ പോലെ ആവും, നിങ്ങൾ ദൈവത്തെ പോലെ ആയിത്തീരും എന്ന് ഒരു കാര്യം ആരുടെ ഉള്ളിലേക്ക്? ഈവിൻ്റെ ഉള്ളിലേക്ക് അതായത് സെർപ്പൻറ്റ് ഇൻസേർട്ട് ചെയ്തു. അപ്പോൾ ഈവ് ചിന്തിച്ചു, ശരിയാ, എനിക്ക് ദൈവത്തെ പോലെ ആവാലോ, ദൈവത്തെ പോലെ ആവാലോ. ഓക്കെ, ഈ കഥ ഇവിടെ നിൽക്കട്ടെ. ജസ്റ്റ് ഇതിൻ്റെ ഒരു പ്രീവിയസ് കഥയിലോട്ട് നമുക്ക് പോവാം. ഈ സെർപ്പൻ്റ് എന്തുകൊണ്ടാണ്, ദൈവത്തിൻ്റെ ക്രിയേഷനായ ഈ സെർപ്പൻ്റ് എന്തുകൊണ്ടാണ് ഈവിനെ നോട്ടയിട്ട് ഈവിൻ്റെ ആവശ്യം കുത്തിവെച്ചത് എന്തിനാ നമുക്കറിയാം. ദൈവം സാത്താനെ, അതായത് എവളിനെ ദൈവം എന്തിനാണ് സൃഷ്ടിച്ചിരുന്നത്? ദൈവത്തെ വർഷിപ്പ് ചെയ്യാനാണ് ദൈവം സൃഷ്ടിച്ചിരുന്നത്. അതായത് എവൾ, ആ എവളിനെ ദൈവം വർഷിപ്പ് ചെയ്യാനായിട്ട് സൃഷ്ടിച്ചപ്പോൾ ഇവൻ എന്ത് ചെയ്തു? എൻ്റെ ദൈവത്തെ പോലെ, എൻ്റെ സൃഷ്ടികർത്താവിനെ പോലെ ആവണമെന്ന് അവൻ എന്ത് ചെയ്തു? ആഗ്രഹിച്ചു. അത് ദൈവം അറിഞ്ഞിട്ട് അവനെ വെട്ടി താഴെ ഇടുകയാണ് ചെയ്തത്. അതായത് ഈ ഭൂമിയിലേക്ക് എടുത്തിടുകയാണ് ചെയ്തത്. അവൻ ഈ ഒരു മിന്നൽ പോലെ വന്ന് ഭവിക്കുന്നത് കണ്ടു എന്ന് ജീസസ് ക്രൈസ്റ്റ് വചനത്തിലൂടെ പറയുകയാണ്. അപ്പോൾ അവൻ ഈ ഭൂമിയിലോട്ട് വീഴുന്നു. അവൻ്റെ സ്വഭാവമാണ് എന്ത്? ദൈവത്തെ പോലെ ആവുക. സോ ഈ എവള് ആര് നോട്ടയിട്ടു? ഈ സെർപ്പൻറ്റിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വക്രതയുള്ള ഒരു സംഭവമായിരുന്നു ആര്? ഈ സെർപ്പൻറ്റ്. സോ ഇവനെ നോട്ടിട്ടിട്ട് ഇവൻ്റെ ഉള്ളിലേക്ക് കടന്നിട്ട് അവൻ്റെ അതേ സ്വഭാവം ആരിൽ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക? ഈവിൽ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നീ ദൈവത്തെ പോലെ ആകും, ദൈവത്തെ പോലെ ആകണം എന്നുള്ള അവൻ്റെ ആ ഇൻറ്റൻഷൻ അത് ഈവിലോട്ട് ഇൻസേർട്ട് ചെയ്തു. എന്തുകൊണ്ട് ഈവിനെ സെലക്ട് ചെയ്തു? ദൈവം ആദാമിൻ്റെ വാരിയലായിട്ട്, എന്ന് വെച്ചാൽ വാരിയലിൽ നിന്ന് ഒന്നിനെ എടുത്തിട്ടാണ് ആര് ക്രിയേറ്റ് ചെയ്തത്? ഈവിനെ. അപ്പോൾ അവിടെ ഒഴിവ് അവസ്ഥയുണ്ട്. ഒരു ഹെൽപ്പറായിട്ടാണ് ദൈവം കണക്ട് ചെയ്തത്. ഞാനൊരു ഫോർ എക്സാമ്പിൾ പറയാം. ഞാനിപ്പോൾ എനിക്ക് ഇച്ചിരി നടക്കാനായിട്ട് ബുദ്ധിമുട്ട്, എന്നിലൊരു കുറവുണ്ട്. അതുകൊണ്ട് എനിക്ക് നടക്കണമെങ്കിൽ ഞാനൊരു വടിയെ പിടിക്കുകയാണ്. അപ്പോൾ എന്നെ തള്ളിയിടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ആരെ പിടിക്കാം? ആരെ ചേസ് ചെയ്യാം? ആ വടിയെ ചേസ് ചെയ്യാം. ആ വടിയെ എന്നിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ ആ വടി യൂസ് ചെയ്ത് എന്നെ എന്ത് ചെയ്യാം? എന്നെ നടക്കാതാക്കാം. സോ അതുപോലെ ഒരു കമ്പാനിയനായിരുന്ന ഈവൻ്റെ കയ്യിൽ സാത്താൻ കയറിയിട്ട് ആദാമിനെ വീഴ്ത്താനായിട്ട് ശ്രമിച്ചു. ആദാം വീഴുന്നോ? തീർച്ചയായിട്ടും വീഴുന്നു. അതായത് ഈവ് പറഞ്ഞതുപോലെ ഈവ് ആ വൃക്ഷഫലം കഴിച്ചിട്ട് ഉടനെ അത് തന്നെ ആർക്ക് കൊടുത്തു? ആദാമിന് കൊടുത്തു. ഓക്കെ, ഉടനെ അവരുടെ കണ്ണ് തുറന്നിട്ട് അവർ പറഞ്ഞു, ഞങ്ങൾ നാക്കഡാണ്, ഞങ്ങൾക്ക് ഡ്രസ്സില്ല, അയ്യോ ദൈവം വരുമല്ലോ എന്നുള്ളതൊക്കെ ഒരു വലിയൊരു പേടി അവർക്കുണ്ടായിട്ട് അവരിവിടെ മറഞ്ഞിരുന്നു. അപ്പോഴത്തേക്കും ദൈവം വരിക. ദൈവം എന്താ കാലൊച്ച വച്ച് ദൈവം വരുക. ആദാമേ നീ എവിടെ? അപ്പോൾ ആദാം പറയുക, ഞങ്ങൾ നഗ്നരാതെ കൊണ്ട് ഇവിടെ മാറിയിരിക്കുക. ഞാൻ എക്സാക്ട്ലി ബൈബിൾ വേർഡല്ല പറയുന്നത്, പക്ഷെ ആ തീമാണ് കറക്റ്റ്, ആ ഒരു സ്റ്റോറിയാണ് പറയുന്നത്. സോ അതുകൊണ്ട് മാറിയിരിക്കുക. അപ്പം ദൈവം പറഞ്ഞു, ദൈവത്തിന് ഉടനെ മനസ്സിലായി, ഞാൻ തിന്നരുതെന്ന് കൽപ്പിച്ച ആ വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നുവോ? അപ്പോൾ ആദാം പറയുക, നീ എന്നോട് കൂടെ ഇരിക്കുവാൻ തന്ന ഈ വ്യക്തി ഈവ് എനിക്ക് തന്നു, ഞാൻ അത് തിന്നു. അപ്പോൾ ഈവിനോട് ചോദിച്ചപ്പോൾ ഈവ് പറയുക, ഈ സെർപ്പൻ്റ് എന്നെ ചതിച്ചു. അപ്പം ദൈവം എന്തൊരു തീരുമാനം അവിടെ എടുത്തു? ദൈവം വെറുതെ കേട്ടോണ്ടെന്നോ? ഇല്ല, ദൈവം ഒരു തീരുമാനം എടുത്തു. ദൈവം അവിടെ എന്താ? സെർപ്പൻറ്റിനെ ശപിക്കുക. നീ എന്താ ഉരസ് കൊണ്ട് ഈ പൊടിയിൽ എഴയുമെന്ന് ഒരു ശാപം കൊടുത്തു. അടുത്ത് ഈവിന് കൊടുത്തത് എന്താ? നീ വേദനയോടെ മക്കളെ പ്രസവിക്കുമെന്നുള്ള ഒരു ശാപമായിട്ട് ആർക്ക് കൊടുത്തു? ഈവിന് കൊടുത്തു. അടുത്ത് ഇതാ വരുന്നു ദൈവത്തിൻ്റെ ഡയറക്റ്റ് ക്രിയേഷനായ ആദ്യത്തെ ക്രിയേഷനായ ദൈവം ആദാമിനെ നോക്കുക. നീ എന്താ ചെയ്തേ? ഞാൻ നിന്നോട് കൽപ്പിച്ചതല്ലായിരുന്നോ ആ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത് എന്ന്? അപ്പോൾ ആദാം പറയാം, ആദാം എന്താ പറയും?
ആദം പേടിച്ച് നിൽക്കുക. ഓക്കെ, അപ്പം ദൈവം എന്ത് ചെയ്തു? നിന്നെ ഞാൻ പൊടിയിൽ നിന്ന് എടുത്തു, നീ ഇനി പൊടിയിലേക്ക് തന്നെ പോകും. ദാറ്റ് മീൻസ് ദൈവം ആദാമിനോട് കേഴ്സ് ചെയ്തു, നിനക്കൊരു മരണം ഉണ്ടാവും, നിന്നാൽ ഈ ഭൂമി ശപിക്കപ്പെട്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ ജനിക്കുന്ന എല്ലാവർക്കും എന്ത്, ആദാമിൻ്റെ വന്ന ആ ഒരു ശാപം നിലനിൽക്കുന്നു. ദൈവം കേഴ്സ് ചെയ്തു. ദൈവവുമായിട്ടുള്ള ആ കമാൻഡ്മെൻറ്റിനെ തെറ്റിച്ചതുകൊണ്ട് ദൈവം ആദാമിനെ കേഴ്സ് ചെയ്തു. കൂടാതെ ആദാമിൻ്റെ പിന്തുടർച്ചയായിട്ട് വരുന്ന എല്ലാ വ്യക്തിത്വങ്ങളെയും ദൈവം എന്ത് ചെയ്തു? അതിൽ കൂടെ ആ ഒരു കേഴ്സ് ബാധിക്കാനായിട്ട് ഇടയായി. ദൈവം ആ കേഴ്സ് ട്രാൻസ്ഫറായി. എന്ന് പറയുന്നത് ബ്ലഡ് ആൻഡ് ബോഡി എല്ലാം കൂടെ ചേർന്നോട്ട് വ്യക്തിയാണ്. സോ നമ്മൾ നമുക്കും ബ്ലഡ് ഉണ്ട്, ബോഡിയുണ്ട്, മാംസമുണ്ട്, സകലതുണ്ട്. സോ അത് നമ്മളിലോട്ട് എന്ത് ചെയ്തു? ട്രാൻസ്ഫറായിട്ട് പോയി. ഓക്കെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ആക്റ്റീവായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു. ഇത്രത്തോളം ശ്രദ്ധയോടെ കേട്ടോണ്ടിരിക്കുന്ന എല്ലാവരും ഓർത്ത് ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. ആരൊക്കെ സ്കിപ്പ് ചെയ്ത് പോയെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, ആമേൻ, ഹല്ലേലൂയ. ഓക്കെ, എല്ലാവരും ഉഷാറായിട്ട് ഇരുന്നാട്ടെ. നമുക്ക് എല്ലാവർക്കും കണ്ടിന്യൂ ചെയ്ത് കേൾക്കാം. ആദാമിലേക്ക് അല്ലെങ്കിൽ ഹവ്വയിലേക്ക് ഈ സർപ്പൻ്റ് എന്താണ് ആ ദൈവത്തിൻ്റെ കമാൻഡ്മെൻറ്റ് തെറ്റിച്ചത് മൂലം ഇൻസേർട്ടായത്? വചനം പറയുന്നു, ജെയിംസ് 4:17 പറയുന്നുണ്ട്, നമുക്കിത് ഒരു കാര്യം സത്യമെന്ന് അറിയാം, ഇത് ചെയ്യുന്നതാണ് ശരിയെന്നറിയാം, പക്ഷെ അത് ചെയ്യാതെ നമ്മൾ റോങ് ചെയ്യുന്നു. അതിനെയാണ് പാപം എന്ന് പറയുന്നത്. അത് തന്നെയല്ലേ എവൾ ചെയ്തത്? എൻ്റെ ദൈവം വർഷിപ്പിനായിട്ടാണ് സൃഷ്ടിച്ചത്, പക്ഷേ ഞാൻ ദൈവത്തെക്കാളും മേലെയാവാൻ ശ്രമിച്ചു, ദൈവത്തെ പോലെ ആവാൻ ശ്രമിച്ചു. അവിടെ ദൈവം കൊടുത്ത ഡ്യൂട്ടി അല്ല, സത്യം എന്നുള്ളൊരു കാര്യമല്ല എവൾ ചെയ്യാൻ ശ്രമിച്ചത്, അതിന് ശരിയല്ലാത്തൊരു കാര്യം ചെയ്യാൻ ശ്രമിച്ചു. എവളാണ് ആദ്യം എന്ത് പാപം ചെയ്തത്? ഈ പാപത്തെ ദൈവത്തെക്കാളും മേലെയാവാനുള്ളൊരാഗ്രഹത്തെ ആരിലോട്ട്? ഈവിലോട്ട് പിശാചി ഇൻസേർട്ട് ചെയ്ത് ആ സിന്നിനെ, ദൈവത്തെക്കാളും മേലെയാവാനുള്ള സിൻ, അതിനെ ഇൻസേർട്ട് ചെയ്തിട്ട് ദൈവമായിട്ടുള്ള കമാൻഡ്മെൻറ്റിനെ ആദാമിൽ നിന്ന് തെറ്റിക്കുകയാണ് ആര് ചെയ്തത്? ഈ എവള് ചെയ്തത്. സോ ആ സിൻ ഈ ലോകത്തിലോട്ട് കടന്നു വന്നു. ആ ആദാമിൽ കൂടെ സിന്ന്, ആ പിശാചെന്ന എവളെന്ന് പറയുന്ന അവൻ്റെ സിന്ന് ഏതിലോട്ട് കടന്നു വന്നു? ഈ ലോകത്തിലോട്ട് ആദാമിൽ കൂടെ കടന്നു വന്നു. ആദാം കഴിഞ്ഞിട്ട് അടുത്ത ജനറേഷൻസ് വന്നു. ഈ ആദാം കഴിഞ്ഞിട്ട് അടുത്ത് വന്ന ജനറേഷൻസ്, മോസസ് വരെയുള്ള ജനറേഷൻസ് നമുക്ക് എടുക്കാം, മോശ വരെയുള്ള. അപ്പോൾ ഈ മോശ വരെയുള്ള ജനറേഷനിൽ ദൈവം ഒരു കമാൻഡ്മെൻറ്റും നീ ഇന്നത് ചെയ്യണം മറ്റത് ചെയ്യണം എന്നതൊന്നും ദൈവം കമാൻഡ് ചെയ്തിട്ടില്ലായിരുന്നു. ആദാമിന് കൊടുത്ത അതേ സെയിം കമാൻഡ് മാത്രമേ ആദാമിനോട് മാത്രമേ ഉണ്ടായിരുന്ന ഒരു കമാൻഡ്മെൻറ്റ് എക്സിസ്റ്റ് ചെയ്തിരുന്നുള്ളൂ. പക്ഷേ അതിനുശേഷം മോസസ് വരെയുള്ള ഒരു കമാൻഡ്മെൻറ്റും ഇല്ല. അതുകൊണ്ട് തന്നെ കമാൻഡ്മെൻറ്റ് ബ്രേക്ക് ആയാലാണ് അവിടെ സിന്നായിട്ട് അത് പരിണമിക്കുന്നത്. സോ ആ പാപം ദൈവം മോസസ് വരെയുള്ള ആൾക്കാരിൽ കൺസിഡർ ചെയ്തിരുന്നില്ല. പക്ഷേ ഈ ആദാമിന് കൊടുത്ത ഡെത്ത് എന്ന് പറയുന്ന കേഴ്സ്, ആ സിൻ ചെയ്തെന്നുള്ളതിൻ്റെ ആ കേഴ്സ് അത് നിലനിന്നിരുന്നു. ഓക്കെ, ഈ മോസസിൻ്റെ സമയത്ത് ദൈവം ഈ മോസസിന് ഒരു 10 കൽപ്പന കൊടുക്കുകയാണ്. ഓക്കെ, 10 കൽപ്പന കൊടുത്തു. ഈ 10 കൽപ്പനകൾ അനുസരിക്കുക എന്നുള്ളൊരു ഇൻസ്ട്രക്ഷനാണ് ദൈവം മോസസിൽ കൂടെ ജനങ്ങളിലോട്ട് ട്രാൻസ്ഫർ ചെയ്തത്. സോ അവിടെ കമാൻഡ്മെൻ്റ് ഉണ്ട്. ആ മോസസ് മുതൽ ഇപ്പം നമ്മുടെ ഈ ജനറേഷൻ, ഇനി വരാൻ പോകുന്ന ജനറേഷൻ, അവർക്കെല്ലാവർക്കും എന്തുണ്ട്? കമാൻഡ്മെൻറ്റ്. ദൈവം കൊടുത്ത കമാൻഡ്മെൻ്റ് ഉണ്ട്. പക്ഷേ എന്ത് എക്സിസ്റ്റ് ചെയ്യുന്നു? ഡെത്ത്. ആദാമിൽ കൂടെ ട്രാൻസ്ഫറായി വന്ന ഡെത്ത്. ഒരു മനുഷ്യൻ, എല്ലാവരും മരിക്കത്തില്ലേ? ഒരു മനുഷ്യൻ മരിക്കാതിരിക്കുമോ? ഇല്ല. ആ ഒരു മരണം എന്ന ഒരു ബാരിയർ, ഒരു എൻഡ് ആദാമിൽ നിന്ന് നമ്മളിലോട്ട് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ദൈവത്തിൻ്റെ കമാൻഡ് നമ്മളിലുണ്ട്. അതുമാത്രമല്ല, ആദാമിൽ നിന്ന് ട്രാൻസ്ഫർ ആയ ഒരു ഡെത്ത്, ദൈവത്തിൻ്റെ ക്രിയേഷൻ അവിടെ ഡെത്താവുക. ഞാൻ നിങ്ങളെ വീണ്ടും ഈ ക്രിയേഷൻ്റെ ആദ്യത്തിലോട്ട് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുക. ദൈവം ഗാർഡനിൽ 2 വൃക്ഷം സൃഷ്ടിച്ചു. ഏതാണ്? നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും ജീവൻ്റെ വൃക്ഷം ദൈവം എന്ത് ചെയ്തു? സൃഷ്ടിച്ചു. ജീവൻ്റെ വൃക്ഷത്തിൻ്റെ പ്രത്യേകത, അത് കഴിച്ചു കഴിഞ്ഞാൽ ലോങ് ലൈഫാണ്. ദർ ഈസ് നോ ഡെത്ത്. ഓക്കെ, അപ്പം ദൈവത്തിന് എന്താ? ആ വൃക്ഷത്തിൻ്റെ ഫലം ദൈവം അവിടെ ആദ്യമേ ഗാർഡനിൽ റെസ്ട്രിക്റ്റ് ചെയ്തിരുന്നു? ഇല്ല. ഈ ഗാർഡനിലുള്ള സകലത്തിൻ്റെയും ഫ്രൂട്ട് നമുക്ക് തിന്നാം. ആർക്കാ? ആദാമിന് തിന്നാം. ഓക്കെ, പക്ഷേ ഈ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം തിന്നരുതെന്നാണ് ദൈവം പറഞ്ഞു. ഈ ആദാം ഹവ്വ
പിശാചിൻ്റെ, അതായത് ഡെവിളിൻ്റെ, ഈ സെർപ്പൻറ്റിൻ്റെ വാക്ക് കേട്ട് എന്താണ് ഇങ്ങനെ ചെയ്തതെന്ന് നമുക്കറിയത്തില്ല. കാരണം നമ്മളെല്ലാവരും ജീവൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്ന് സന്തോഷമായിട്ട് ജീവിക്കാനേ ആഗ്രഹിക്കത്തുള്ളൂ. പക്ഷേ ദൈവത്തെക്കാളും മേലെ ആവണമെന്നുള്ള ആഗ്രഹം വന്നതുകൊണ്ട് സത്യം കാണാൻ പറ്റിയില്ല, അതായത് നന്മ കാണാൻ പറ്റിയില്ല, തിന്മയെ തിരഞ്ഞെടുത്തു. സോ ആ വൃക്ഷഫലം ഇപ്പോഴവിടെ നിൽപ്പുണ്ട്. എല്ലാവരും അത് ശ്രദ്ധിക്കുക. ജീവൻ്റെ വൃക്ഷം, ജീവൻ്റെ വൃക്ഷഫലം ആ ഗാർഡനിൽ നിൽപ്പുണ്ട്. ദൈവം നമുക്ക് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തതാണ്. സോ എന്താ, ആദാം അത് കഴിച്ചത് മൂലം എന്തായി? ആ ജീവന് പകരം മരണം ആരിൽ വ്യാപരിച്ചു? നമ്മളേവരിലും വ്യാപരിച്ചു. ആദാമിൻ്റെ ഒരു റോങ് ഡിസിഷൻ കാരണം, പിശാചിൻ്റെ ഒരു തന്ത്രം കാരണം എന്ത് ചെയ്തു? ആ നന്മ, ജീവൻ എന്നുള്ളത് നമുക്ക് ലഭിക്കാതെ നമുക്ക് എന്ത് ലഭിച്ചു? നിത്യജീവൻ എന്നുള്ളത് ലഭിക്കാതെ നമുക്ക് എന്ത് ലഭിച്ചു? ഡെത്ത് ലഭിച്ചു. സോ ദൈവം പറയാം, ദൈവം ലോർഡ്, ദൈവം നമ്മുടെ പിതാവായ ദൈവം ഈ ലോകത്തെ ഒത്തിരി സ്നേഹിച്ചു. സോ ദൈവത്തിന് നമ്മളെ വിട്ടുകൊടുക്കാനായിട്ട് മനസ്സില്ല. ഈ സാത്താൻ സെർപ്പൻ്റ് വഞ്ചിച്ച് നമ്മളെ ഒന്നും ദൈവത്തിന് വിട്ടുകൊടുക്കാൻ മനസ്സില്ല. സോ ദൈവം ഡിസൈഡ് ചെയ്തു, ഈ ആദാമിന് ജഡം ഉണ്ടായിരുന്നു, രക്തം ഉണ്ടായിരുന്നു. അവൻ ഈ ലോകത്ത് വന്ന് പിശാചിൻ്റെ സിന്നിനെ ഏറ്റെടുത്ത് അവൻ പാപം ചെയ്തു. ഞാൻ അവനെ ശപിക്കുകയും ചെയ്തു. ഇനി തുടർന്നുള്ള ആൾക്കാർ ആരും ഈ പാപത്തിൽ കിടക്കാൻ, ഈ മരണത്തിൽ കിടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ജനങ്ങളെ, എൻ്റെ മക്കളെ ഞാൻ ഒത്തിരി സ്നേഹിക്കുകയാണ്. അവരെ എനിക്ക് വേണം, തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളെ വേണം. ഈ കേൾക്കുന്ന എല്ലാവരെയും ദൈവത്തിന് വേണം. പക്ഷെ നമ്മളിൽ ആദാമിൻ്റെ സിന്നും ആ ഡെത്ത് അതെല്ലാം വാഴയാണ്. ദൈവം തന്ന കമാൻഡുകൾ നമ്മളെല്ലാവരും പാലിക്കുന്നുണ്ടോ? ഇല്ല. സോ ഡിസൊബീഡിയൻ്റ് അവിടെ നമ്മളുടെ ജീവിതത്തിലുണ്ട്. ദൈവം തന്ന എല്ലാ കമാൻഡും നമ്മൾ പാലിക്കുന്നത് ഇല്ല. നമ്മൾ സിൻഫുള്ളായിട്ടാണ് ജീവിക്കുന്നത്. സിൻഫുള്ളായിട്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ആദാമിലൊന്ന് ട്രാൻസ്ഫർ ആയിരുന്ന ഡെത്ത് നമുക്കുണ്ട്. സോ ഈ രണ്ടിലൊന്നും നമ്മളെ രക്ഷിക്കാനാണ് ആര് ഈ ലോകത്തേക്ക് വന്നത്? ക്രിസ്തു യേശുവ, പിതാവായ ദൈവത്തിൻ്റെ ഏക പുത്രനെ ഞാൻ നിങ്ങൾക്കായി തരുന്നു എന്ന് പറഞ്ഞിട്ട് ദൈവം ജഡത്തിലും മാംസവും രക്തവും എല്ലാം കൊടുത്ത് ഇവിടെ സൃഷ്ടിക്കുകയാണ് ദൈവം ചെയ്തത്. ദൈവം സൃഷ്ടിച്ചിട്ട് എന്ത് ചെയ്തു? ദൈവം ഇവിടെ വന്നത് എന്തിനാ? കമാൻഡ്മെൻറ്റ് തെറ്റിക്കാനാണോ? ഇല്ല. ദൈവം വചനത്തിൽ തന്നെ പറയുന്നുണ്ട്, കമാൻഡ്മെൻറ്റുകളെ തെറ്റിക്കാനല്ല ഞാൻ വന്നത്, അതിനെ ഫുൾഫിൽ ചെയ്യാനാണ് ഞാൻ വന്നത്. പ്ലസ് ഒരു കാര്യം കൂടെ, ആദാമിൽ കൂടെ നിങ്ങളിലേക്ക് വന്ന ആ ഡെത്തിനെ, ആ മരണത്തിനെ ഞാൻ പൊട്ടിക്കും. ആ ഡ്യൂട്ടിയിലാണ് ആര് വന്നേ? ക്രിസ്തു വന്നത്. ക്രിസ്തു വരാതിരുന്നു എങ്കിൽ നമ്മൾ ആ ഡെത്തിൽ എൻ്റെ ആവുമായിരുന്നു. ദൈവത്തിൻ്റെ ആ ജീവവൃക്ഷം നമുക്ക് ലഭിക്കത്തില്ലായിരുന്നു. സോ ക്രിസ്തു വന്ന് സകല കമാൻഡ്മെൻറ്റും പൂർത്തീകരിച്ച് മരിച്ചു. ദൈവം മരിച്ചു. ദൈവത്തിൻ്റെ ശാപം അവിടെ പൂർത്തീകരിക്കപ്പെട്ടു. പിതാവായ ദൈവത്തിൻ്റെ ശാപം ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെട്ടു. ബട്ട് മൂന്നാം ഡേ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ആമേൻ. മരണത്തെയും പാതാളത്തെയും ജയിച്ച് നമ്മുടെ പിതാവ് ഉയർത്തെഴുന്നേറ്റു. എന്ന് വെച്ചാൽ എന്താ? അവിടെ ജീവൻ വ്യാപരിച്ചു. ദൈവത്തിൽ ഗാർഡനിൽ കൽപ്പിച്ച ജീവൻ, നിത്യജീവൻ അവിടെ ആരിൽ വ്യാപരിച്ചു? ദൈവത്തിൽ വ്യാപരിച്ചു. ആ ജീവൻ നമുക്ക് തരാൻ വേണ്ടിയിട്ടാണ് ക്രിസ്തു ഈ ലോകത്തിലോട്ട് വന്നത്. എന്ന് വെച്ചാൽ എന്താ? ദൈവം അവിടെ തോൽക്കുകയല്ല. മരണത്തോടെ ദൈവം തോറ്റില്ല. മരണത്തെ പരാജയപ്പെടുത്തി ദൈവം ഉയർത്തെഴുന്നേറ്റു. നമുക്കായി ആ പാപത്തിൻ്റെ, മരണത്തിൻ്റെ വിഷമുള്ളിനെ ദൈവം തകർത്തു കളഞ്ഞു. ദൈവം എന്ത് ചെയ്തു? തകർത്ത് കളഞ്ഞു. ദോസ് ഹൂ ബിലീവ് ഇൻ ഗോഡ്, ദൈവം വന്നു എന്നും ദൈവം ഈ പാപത്തെ നമ്മളിൽ നിന്നും നീക്കുവാൻ വേണ്ടിയിട്ട് വന്നു എന്നും ദൈവം ഉയർത്തെഴുന്നേറ്റ് ഈ പാപത്തെ ജയിച്ച്, അതായത് ഈ യുദ്ധത്തിനെ ജയിച്ച് ഇന്ന് നമുക്കായി ജീവിക്കുന്നു എന്നും ആര് വിശ്വസിക്കുന്നു അവർക്ക് ആ ജീവൻ്റെ ഫലം ലഭിക്കും. നിത്യജീവൻ ഈ ലോകത്തിലെ ഈ എൻഡിൽ നമ്മൾ അവസാനിക്കത്തില്ല. നമ്മൾ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? ദൈവത്തിൻ്റെ മരണത്തിൽ നിന്ന് ദൈവം ഉയർത്തതിൻ്റെ ആ ജീവൻ നമ്മളിൽ വ്യാപരിക്കും. ദൈവത്തെ വിശ്വസിക്കുക ആണെങ്കിൽ, ഇങ്ങനെ ഒരു വ്യക്തി വന്നിട്ടുണ്ട്, എനിക്ക് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്, ഞാൻ ക്രിസ്തു യേശുവിൽ വിശ്വസിക്കുന്നു, ആ യേശുവിൽ കൂടെ ഞാൻ പിതാവിനെ വിശ്വസിക്കുന്നു, ഓക്കെ, നമുക്ക് ദാനമായി തന്ന പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. സകലതും വിശ്വസിക്കുമ്പോൾ നമുക്ക് ആ എറ്റേണൽ ലൈഫ് ദൈവം നമുക്ക് തരുവാണ്. നമ്മൾ ഈ ലോകത്ത് മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് എറ്റേണൽ ലൈഫിലോട്ടാണ് എൻ്റർ ആവുന്നത്. ഇല്ല എന്നുണ്ടെങ്കിൽ ദൈവം തന്ന കമാൻഡുകൾ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? പാലിക്കണം. ഒരുവൻ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതായാലും തീയതായാലും അതിന് തക്ക പ്രതിഫലം ദൈവം എവിടെയുണ്ട്? കിങ്ഡം ഓഫ് ഹെവനിലുണ്ട്, ദൈവരാജ്യത്തിലുണ്ട്. അതിനനുസരിച്ച് നല്ല കമാൻഡ്മെൻറ്റുകൾ പാലിച്ച് നല്ല ക്ലിയർ ആയിട്ട് ജീവിക്കുന്നവർക്ക് അവിടെ പോകുമ്പം
ദൈവം എന്ത് ചെയ്യും? ദൈവം ഗിഫ്റ്റുകൾ തരും. നമ്മളുടെ ജീവിതം എങ്ങനെയാണോ, നമ്മുടെ കമാൻഡ്മെൻറ്റുകൾ എത്രത്തോളം നമ്മൾ പാലിക്കുന്നുണ്ടോ അതിനനുസരിച്ച് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ എന്തുണ്ടാവും? ദൈവത്തിൻ്റെ ഓരോ സമ്മാനങ്ങൾ നമുക്കുണ്ടായിരിക്കും. ഓക്കെ, ഓൾറെഡി എല്ലാവർക്കും എറ്റേണൽ ലൈഫുണ്ട്. സോ ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് ആർക്കായാലും എറ്റേണൽ ലൈഫ് ദൈവം ഒരുക്കി വച്ചിട്ടുണ്ട്. പിന്നെ ദൈവത്തിൻ്റെ കമാൻഡ്മെൻറ്റുകൾ നമ്മൾ പാലിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒത്തിരി വലിയ ഗിഫ്റ്റ്സുകൾ നമുക്ക് അവിടെ പോകുമ്പോൾ, നമ്മൾ മരിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ പോകുമ്പോൾ നമുക്ക് ദൈവം ഇങ്ങനെ നിൽക്കുക. ദൈവം ഇങ്ങനെ പറയും, നീ ഇൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ചെയ്തു, ഞാൻ ഈ കമാൻഡ് ചെയ്തു, നീ ആ കമാൻഡിനെ പാലിച്ചു, നീ ആ സിന്നിലോട്ട് പിശാചിൻ്റെ ആ ഇൻസേർട്ട് ചെയ്ത ആ കമാൻഡ്മെൻറ്റുകളെ നീ ബ്രേക്ക് ചെയ്തില്ല, നീ അവിടെ സിൻ ചെയ്തില്ല. അതുകൊണ്ട് കമോൺ, ഞാൻ നിനക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന ആ ഫീസ്റ്റിലേക്ക് കിടക്കുക എന്ന് യേശുപ്പച്ചൻ പറയും. സോ ഇത് കേട്ട എല്ലാവർക്കും ഈ കഥ അല്ലെങ്കിൽ ഈ പ്രസൻറ്റേഷൻ ദൈവകൃപയാൽ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ കൺക്ലൂഷൻ ഇതാണ്: ദൈവം ഈ ലോകത്ത് വന്നത് നമുക്ക് ആ എറ്റേണൽ ലൈഫ്, ആ ജീവൻ്റെ വൃക്ഷഫലം തന്ന് നമ്മളെ എന്നേക്കും നമ്മൾ ജീവിക്കുമാറാക്കുവാൻ വേണ്ടിയിട്ടാണ് ക്രിസ്തു ഈ ലോകത്ത് വന്നത്. സോ ക്രിസ്തു ഈ ലോകത്ത് വന്നത്, ആ എറ്റേണൽ ലൈഫ് നമുക്ക് തന്നത് എങ്ങനെയാണ്? പിശാചിൻ്റെ തന്ത്രത്തിൽ കൂടെ ഈ ലോകത്തിലേക്ക് വന്ന ഡെത്ത് എന്ന് പറയുന്ന ആ വിഷത്തെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡിലീറ്റ് ചെയ്ത് ആ എറ്റേണൽ ലൈഫിലോട്ട്, ആ മരണത്തെ തടഞ്ഞ് ആ മരണത്തെ ഇല്ലാതാക്കി ആ എറ്റേണൽ ലൈഫ് തരാൻ വേണ്ടിയിട്ടാണ് ആര് വന്നേ? ക്രിസ്തു വന്നത്. സോ I think everyone is blessed with this message, this story. Okay, ദൈവം നിങ്ങളേവരെയും സമൃദ്ധി അനുഗ്രഹിക്കട്ടെ. ഓക്കെ, താങ്ക് യു, ബ്ലസ് യു, and you will not going to be dying in this world, but physically your bodies will buried in this world, in the earth, but you will live forever. Please choose Jesus Christ as your Savior. In Jesus' name, Amen.